നമ്മുടെ സഭയുടെ ജീവിതത്തെ മുഴുവനും സ്പർശിക്കുന്ന ഒരു വിഷയമാണ് ആരാധനാക്രമം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മുടെ മതബോധനം മുതൽ എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആരാധനാക്രമം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആരാധന അർപ്പിക്കുക എന്നുള്ളത്. ഈ എക്ലേസിയോളജി, നമ്മുടെ സഭാശാസ്ത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവജനത്തിന്റെ രണ്ട് മൂന്ന് സവിശേഷതകൾ. ഒന്ന്, ദൈവജനം വിശ്വസിക്കുന്ന സമൂഹമാണ്. രണ്ട്, ദൈവജനം ആരാധിക്കുന്ന സമൂഹമാണ്. മൂന്ന്, ദൈവജനം പങ്കുവയ്ക്കുന്ന സമൂഹമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവജനത്തെക്കുറിച്ച് പൊതുവായിട്ട് വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, പങ്കുവയ്ക്കുന്ന സമൂഹം. ഈ വിശ്വാസം എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസം ആരാധനയിൽ നിന്ന് വരുന്നു. ഈ പങ്കുവയ്ക്കൽ എവിടുന്ന് വരുന്നു? ഈ ആരാധനയിൽ പങ്കെടുത്ത് വിശ്വാസത്താൽ ഹൃദയം ജ്വലിച്ച ആളുകൾക്ക് തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നൽകുന്നു. അങ്ങനെ ഈ ആരാധനയും പങ്കുവയ്ക്കലും വിശുദ്ധ കുർബാനയുമായിട്ട്, ആരാധനയുമായിട്ട് ഒത്തിരിയേറെ ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ, നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആരാധനാക്രമം എന്നതിനെ അല്പം ഒന്ന് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്. ആദ്യമായിട്ട് ഈ ആരാധനാക്രമം എന്നുള്ള വാക്ക് നമുക്കറിയാം, ഇതിന്റെ ഇംഗ്ലീഷ് പദം ലിറ്റർജി എന്നുള്ളതാണ്. ലിറ്റർജി അത് പൊതുവെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്ന വാക്കുമാണ് ലിറ്റർജി. ഇത് കടന്നു വരുന്നത് ഒരു സെക്കുലർ പശ്ചാത്തലത്തിൽ നിന്നാണ്, ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷയിലെ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ലിറ്റർജി എന്നുള്ള വാക്കുണ്ടായത്. അത് ലാവോസ് പ്ലസ് എർഗോൺ. ലാവോസ് എന്നുള്ളത് ലെയ്റ്റി, ജനങ്ങൾ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പദത്തിൽ നിന്നാണ് വരുന്നത്, ലാവോസ്. എർഗോൺ എന്നുള്ളത് ജോലി, വർക്ക് എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത് ഒറ്റ വാക്കായിട്ട് ലൈത്തൂർഗിയ എന്നുള്ള ഗ്രീക്ക് വാക്കായിട്ട് മാറുമ്പം അതിന്റെ അർത്ഥം ഒരു സെക്കുലർ പശ്ചാത്തലത്തിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഗവൺമെന്റിന്റെ PWD ചെയ്യുന്ന വർക്കുകൾ, പാലം പണിയുക, റോഡ് പണിയുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാർക്ക് നിർമ്മിക്കുക. ഇന്ന് പലയിടത്തും പൊതുജനങ്ങൾക്ക് വേണ്ടി ജിംനേഷ്യം ഒക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ ജിംനേഷ്യംസ്. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പൊതുവായ പ്രവൃത്തി ചെയ്യുക, അല്ലെ പൊതു കിണർ ഒഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ലൈത്തൂർഗിയ എന്നുള്ള വാക്കിന് ഒരു സെക്കുലർ അർത്ഥമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ വിശ്വാസം ഗ്രീസിലേക്കൊക്കെ വ്യാപിച്ചതിന് ശേഷം ഈ പദം ഒരു എന്താണ് ലിറ്റർജിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരാധനാക്രമപരമായ, ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥം അത് സ്വീകരിച്ചു. നേരത്തെ അർത്ഥം ഒരു സെക്കുലർ സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ളതാണെങ്കിൽ, ഇല്ലേ മതേതരമായ ഒരു അർത്ഥമാണെങ്കിൽ, ഇപ്പോൾ അതിന് കൈവന്നിരിക്കുന്നത് ഒരു ദൈവശാസ്ത്രപരമായ അർത്ഥമാണ്. ആ അർത്ഥത്തിൽ ഇത് ആദ്യമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. അവിടെ നമുക്ക് പലയിടങ്ങളിൽ കാണാൻ കഴിയും ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തി എന്നതിനേക്കാൾ ഉപരി ദൈവാരാധനയുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പദം പഴയ നിയമത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ സെപ്തജിന്ത് ബൈബിളിന്റെ ആദ്യത്തെ ഗ്രീക്ക് തർജ്ജമയിൽ അനേകം ഇടങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രത്യേകിച്ചും 170 തവണ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. ഈ 170 തവണ ഇത് ഉപയോഗിക്കുന്നത് ലേവി ഗോത്രത്തിന്റെ ശുശ്രൂഷകളെ, അതായത് നമുക്കറിയാമല്ലോ പഴയ നിയമത്തില് ലേവിയ ഗോത്രമാണ് ദൈവസന്നിധിയിൽ ബലി അർപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവര്. അപ്പൊ ദൈവജനത്തിന് വേണ്ടി ബലി അർപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്വ നിർവഹണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പദം 15 തവണ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. കാരണം ഈ ലൈത്തൂർഗിയ എന്നുള്ള പദത്തിന് വളരെ വ്യാപകമായ അർത്ഥങ്ങൾ കൈവരുന്നുണ്ട്. ഉദാഹരണത്തിന് സുവിശേഷ പ്രഘോഷണം, ഉപവിപ്രവർത്തനം, വിധവകളെ സഹായിക്കൽ, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തുക, പൗലോസപ്പസ്തോലന്റെ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിശാലമായ അർത്ഥം കൈവരുവാണ്. പഴയ നിയമത്തില് 170 തവണ ഉപയോഗിക്കുമ്പോൾ അത് മുഴുവനും ഈ കൾട്ടിക് പ്രീസ്റ്റ്ഹുഡ്, അനുഷ്ഠാന പൗരോഹിതത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും അതിന് വളരെ വ്യാപകമായ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പ്രവൃത്തികൾ, അതിന്റെ സമാഹാരം എന്നുള്ള നിലയിലാണ് ലൈത്തൂർഗിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്.
പിന്നീട് നമുക്ക് കാണാൻ കഴിയും ഈ വാക്ക് ഉപയോഗിച്ച് വരുമ്പോഴേക്കും ആരാധനാക്രമം എന്നതിനെ പൊതുവായിട്ടും വിശുദ്ധ കുർബാന അർപ്പണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലെ അനാഫ്ര. നിങ്ങൾക്കറിയാം അനാഫ്ര എന്താണെന്ന്. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് രണ്ട് ഭാഗങ്ങളാണല്ലോ ഉള്ളത്. ആദ്യത്തേത് നമ്മുടെ വചന ശുശ്രൂഷ, നമ്മുടെ വിശ്വാസപ്രമാണം വരെ ഉള്ളതും, പിന്നീട് നമ്മുടെ കൂദാശക്രമമാണ്. അതായത് അദ്ദായിയാൻ മാർ നെസ്തോറിയോസ്, മാർ തെയദോർ, ഇവരുടെയൊക്കെ പേരിലുള്ള 3 കൂദാശക്രമങ്ങളുണ്ട്. അപ്പൊ ഓരോ കൂദാശക്രമത്തെയും ഓരോ അനാഫ്രയെയും പ്രത്യേകമായിട്ട് സംബോധന ചെയ്യാനും ഈ വാക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ ഈ ലൈത്തൂർഗിയ അല്ലെങ്കിൽ ലിറ്റർജി, ആരാധനാക്രമം എന്ന വാക്കിന് നമ്മൾ ഇന്ന് കാണുന്ന ഈ അനുഷ്ഠാനങ്ങളും ഈ കാർക്കശ്യമുള്ള കുറെ നിയമങ്ങളും നിലപാടും എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അതുപോലെ തന്നെ സഭയുടെ പൊതുവായ എല്ലാ പ്രവൃത്തികളെയും കുറിക്കുക എന്നൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തീർച്ചയായിട്ടും ആത്മായ സഹോദരങ്ങളായ നിങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്ക് ഇതെല്ലാം പറയുന്ന ഞാൻ പരിശീലിപ്പിക്കുന്ന എൻ്റെ വൈദിക വിദ്യാർത്ഥികളുമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ആരാധനാക്രമം ഒരച്ഛൻ്റെയോ ഒരു മെത്രാന്റെയോ ഒരു സഭയുടെയോ തനിഷ്ടത്തിന് വേണ്ടി നിർവഹിക്കാനുള്ള ഒന്നല്ല, മറിച്ച് ഇതെപ്പോഴും ഇറ്റ് ഷുഡ് കൺസിഡർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. അത് ദൈവജനത്തെ എപ്പോഴും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട്, അവരുടെ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട്, അവരുടെ നന്മയും സന്തോഷവും ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യേണ്ട എന്തോ പ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ കുറെ നിയമങ്ങൾ എന്നതിനേക്കാൾ ഉപരി നന്മകൾ എന്നാണ് നമ്മൾ ആരാധനാക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്ക് ആരാധനാക്രമം എന്നാണ്. നമുക്കറിയാലോ, ഈ ലിറ്റർജി പഠിപ്പിക്കുന്നു, ഇല്ല ആരാധനാക്രമമാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കേൾക്കുന്നവർക്ക് ഒരു ചെറിയൊരു അകൽച്ച സ്വാഭാവികമായിട്ടും തോന്നും. കാരണം ഈ വിഷയം ശരിയല്ല, ഈ വിഷയം കാരണമാണ് സഭയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുവായിട്ട് ഇന്ന് സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. അതിന് കാരണം ഈ മലയാളത്തിലുള്ള തർജ്ജമയാണ്. ആരാധനാക്രമം ഇതെന്തോ ക്രമമാണ്, ഈ ക്രമം പാലിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ആരാധനാക്രമം എന്നുള്ള വാക്കിന് ഇന്ന് ഒരു അസ്വീകാര്യത കൈവന്നിരിക്കുന്നത്. അത് ഞാൻ പറയുമ്പോൾ തന്നെ ചിരിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിന് ഒരു കാരണമുണ്ട്. നമുക്കറിയാലോ, നിങ്ങളെല്ലാം സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ്. വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിലും വളരെ കാര്യമായ രീതിയിൽ സ്പോർട്സ്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്പോർട്സ് ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ്. നമുക്കറിയാം, ഇപ്പം ഒരു കളി, ഒരു ഗെയിം, അത് ഏറ്റവും മനോഹരമായിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. അതിൽ പങ്കെടുക്കുന്ന ആളുകളും പ്രത്യേകിച്ച് റഫറിയൊക്കെ ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ കടുത്ത അതൃപ്തി ഉണ്ടാവും. ചിലപ്പോൾ ആളുകൾ സ്റ്റേഡിയത്തിൽ തീയിടുകയും കത്തിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാം സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കളിയെ അല്ലെങ്കിൽ കുറെ ആളുകൾ ഒന്നിച്ചു കൂടുമ്പം അതിനെ കൂടുതൽ അർത്ഥവത്താക്കുക, മനോഹരമാക്കുക എന്നുള്ളൊരു ധർമ്മം മാത്രമേ നിയമങ്ങൾക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കറിയാലോ, ഒരു കളിയിലും നിയമമല്ല മുന്നിട്ട് നിൽക്കുക. നിയമം എപ്പോഴും പശ്ചാത്തലമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ആ നിയമം അനുസരിച്ച് പോകുമ്പോൾ കളി ആസ്വാദികരമായിട്ട് മാറും. ഓരോ കളിക്കാരനും അവനവന്റെ പാടവം, അവന്റെ വൈദഗ്ധ്യം പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അത് കാണികൾക്ക് ഒത്തിരി സന്തോഷം പകരും. അങ്ങനെ എല്ലാവർക്കും വിനോദവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒന്നായിട്ട് മാറും. ഇതുപോലെ നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഈ ഗ്രൂപ്പിലുള്ളൂ. നമ്മളിപ്പോൾ ഒരു 15 പേരുണ്ടെന്ന് സങ്കല്പിക്കുക. നമ്മൾ 15 പേര് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കും, അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ശാന്തമായിട്ട് കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ട് ദേവാലയത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരുന്ന് വലിയ ലൈറ്റും ബഹളവും ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ വേറൊരാൾക്ക് നന്നായിട്ട് പാട്ട് പാടാനായിരിക്കും, വേറൊരാൾക്ക് കൈയൊക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കും, വേറൊരാൾക്ക് ജപമാല ചൊല്ലാനായിരിക്കും, വേറൊരാൾക്ക് തിരുഹൃദയക്കൊന്ത ചൊല്ലാനായിരിക്കും, വേറൊരാൾക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും തോന്നുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ 15 പേർക്കും 15 തരത്തിൽ തോന്നുന്നു ദൈവത്തെ ആരാധിക്കാൻ, വ്യത്യസ്തമായ രീതികളിൽ ആരാധിക്കാൻ തോന്നുന്നു. നമ്മൾ ഒന്നിച്ചു കൂടുമ്പം ഈ 15 പേരും 15 രീതിയിൽ ആരാധിക്കാൻ പോയാൽ അവസ്ഥ എന്തായിരിക്കും? ദൈവം ജീവനം കൊണ്ട് ഓടും, അല്ലെ? അത്രയേ ഉള്ളൂ. കാരണം അവിടെ ആർക്കും ഒരു ദൈവത്തെ കൊണ്ട് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ. മനുഷ്യന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ ദൈവം പ്രസാദിച്ചാൽ മാത്രം പോരാ, ആ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതൊരു ദൈവാനുഭവം നൽകുന്ന ഒന്നായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്?
ഒരു ക്രമീകരണം വെച്ചിരിക്കുന്നത്. കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോൾ കുർബാന എങ്ങനെ ആരംഭിക്കണം, കുർബാനയിൽ ഓരോ സമയത്തും ആളുകൾ എന്ത് ശാരീരിക നിലപാടുകൾ, ബോഡ്ലി പൊസിഷൻസ് സ്വീകരിക്കണം, എപ്പോഴാണ് ഇരിക്കുന്നത്. 10 പേര് നിൽക്കുന്നു, 10 പേര് ഇരിക്കുന്നു. അത് ഫ്രണ്ടിൽ നിൽക്കുന്ന 10 പേരാണ് നിൽക്കുന്നതെങ്കിൽ പള്ളി വന്ന മുഴുവൻ പേർക്ക് പിന്നെ ഒന്നും കാണാൻ കഴിയുകയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും പൊതുവായ ഇരിക്കേണ്ട ഒരു സമയം നിശ്ചയിക്കുന്നു. എപ്പോഴാണ് മുട്ടുമേ നിൽക്കേണ്ടത്, എപ്പോഴാണ് കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോകേണ്ടത്. കുർബാന സ്വീകരണം കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ജീവനും കൊണ്ട് ഓടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലിപ്തത, ഒരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ആരാധനാ ക്രമം എന്നുള്ള രീതിയിൽ ഒരു ക്രമം, ഓർഡർ നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറം ഇതിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ഇല്ലെ നിയന്ത്രിക്കുക എന്നതിനേക്കാൾ ഉപരി ടു ഫെസിലിറ്റേറ്റ്, എല്ലാ കാര്യങ്ങളെയും ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ സഹായിക്കുക എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഈ ഒരു അർത്ഥത്തോടു കൂടി ആരാധനാക്രമത്തെ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ആരാധനാക്രമം എന്ന വാക്കിനെ ഒന്ന് നിർവചിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഇത് ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും അനുസ്മരിക്കാനും നമ്മുടെ പിതാവായ ദൈവത്തോട് നന്ദി പറയാനും ദൈവത്തെ ആരാധിക്കാനും വേണ്ടി ദൈവജനത്തെ ഒരുമിച്ച് ചേർക്കാനും വേണ്ടി ചെയ്യുന്ന മൊത്തം പ്രവൃത്തികളുടെ അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്, ശുശ്രൂഷയുടെ പ്രവൃത്തിയാണ്, സാഹോദര്യത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ഇങ്ങനെ ഈ സാഹോദര്യവും സ്നേഹവും തമ്മിൽ കലരുന്ന ഒരു ഇടമാണ് ആരാധനാക്രമം. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ആരാധനാക്രമം എന്നാൽ സ്നേഹവും ശുശ്രൂഷയും ഇടകലരുന്ന ഒന്നാണ്. അത് പരസ്പരം തല്ലുപിടിക്കുന്ന, ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ലെന്ന് പറയുന്ന, ഇന്നവന്മാരെല്ലാം പുറത്താക്കണമെന്ന് പറയുന്ന ഒരു വേദി അല്ല. മറിച്ച് ദൈവത്തിന്റെ സ്നേഹം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നമ്മൾ അനുഭവിക്കുകയും ആ സ്നേഹാനുഭവം നമ്മുടെ കൂടെയുള്ളവർക്ക് കൂടി അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് ഇത് സ്നേഹവും ശുശ്രൂഷയും ദൈവാരാധനയും ഒന്നുചേരുന്ന, ഒന്നാകുന്ന ഒരിടമാണ് എന്ത്, ആരാധനാക്രമം. ഇനി ആരാധനാക്രമത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സഭയുടെ നിർവചനങ്ങളെ കേൾക്കാം. ഒന്ന്, സഭാഗാത്രത്തിന്റെ ശിരസ് എന്നുള്ള നിലയിൽ നമ്മുടെ രക്ഷകനായ മിശിഹ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പൊതു ആരാധനയാണ് ആരാധനാക്രമം. നമുക്കറിയാം, സഭാഗാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സഭയുടെ അവയവങ്ങളാണ്. പൗരസപസ്തലം പറയുന്നത് പോലെ മാമോദിസ മുങ്ങിയ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നോക്കിയാൽ അതിനകത്ത് ഞാൻ ഈ പറയുന്ന ഒന്നും തന്നെ കാണാൻ സാധ്യതയില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് നിങ്ങൾക്ക് അവർ മടക്കി വെച്ചു. കാരണം ഈ നോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ നോട്ട് പലതവണ നോക്കിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഉപരി ഈ ആരാധനാക്രമം എന്താണെന്നുള്ളത് പൊതുവായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ ഇറ്റ്സ് ലൈക്ക് എ ലെൻസ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് അതിലൂടെ പോവുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ ഈ സെമിനാരിക്കാർക്ക് ഞാൻ 1 വർഷം കൊണ്ട് ഇല്ലേ 6 മാസം കൊണ്ട് എടുക്കുന്ന ഒരു കോഴ്സിനെ ഞാനൊന്ന് ചുരുക്കി ഞാൻ അതിലൂടെ നിങ്ങളെ ഒന്നിങ്ങനെ ഒന്ന് പ്രദർശനം നടത്തിക്കുകയേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ നോട്ട് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാകും കേട്ടോ. അതുകൊണ്ട് ആ നോട്ടിലെ കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്നതെന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. അതൊന്നും ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾ അതെല്ലാം പഠിച്ചാൽ മതിയായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി സംതിങ് എക്സ്ട്രാ. അത് നല്ലതാണല്ലോ, നിങ്ങൾക്ക് അതാണല്ലോ കൂടുതൽ വേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഈ സഭാ ശരീരം എന്ന് പറയുന്നത് സഭ മിശിഹായുടെ ശരീരമാണ്. ഈ ശരീരത്തിന്റെ ശിരസ് ആരാണ്? ഈശോ മിശിഹായാണ്. അപ്പോൾ ഈ സഭാഗാത്രവും അതിന്റെ ശിരസായ മിശിഹായും ഒന്ന് ചേർന്ന് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പൊതു ആരാധനയാണ്. അപ്പോൾ ഈ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് പൊതുവാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ഇൻഡിവിജ്വലിസ്റ്റിക്. ഒരു വ്യക്തിയുടെ ധർമ്മമല്ല, ഒരാൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 പേർ ഒന്നിച്ചു കൂടുമ്പം ആ 15 പേരും അവനവൻ്റെതായ തന്നിഷ്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം പൊതുവായ ഒരു പാറ്റേൺ നമ്മൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നത് പൊതു ആരാധനയാണ്. ഇറ്റ്സ് എ പബ്ലിക് വർഷിപ്പ്. അതിൽ ഒരു പൊതുവായ കാര്യത്തിൽ നമ്മളെല്ലാവരും വന്ന് ചേരുവാണ്. നമ്മൾ ഓരോരുത്തർ അവനവൻ്റെ വീടുകളിൽ നിന്ന് നമ്മുടെ പൊതു ആരാധനാ സ്ഥലമായ പള്ളിയിലേക്ക് വരുന്നത് തന്നെ അതിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. നമ്മൾ വീടുകളെ വിട്ട് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം വിട്ട് നമ്മൾ പൊതു ഇടത്തേക്ക് വരുവാണ്. വി ആർ കമ്മിങ് ടുഗെദർ ടു എ പബ്ലിക് പ്ലേസ്, ദെയർ വി വർഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരാധനാക്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ഒരു ഇടമാണ്
രണ്ടാമത്തെ കാര്യമാണ് ഇറ്റ് ഈസ് സംതിങ് പബ്ലിക്, ഇറ്റ്സ് നോട്ട് സംതിങ് പ്രൈവറ്റ്. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ പിടിവാശികളും മാത്രം നടക്കേണ്ട ഒരിടമല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരേണ്ട ഒരിടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മക്കളെല്ലാം ഒന്നു ചേരുന്ന പൊതുവായ ആരാധനയാണ്. ഇനി ഈ ആരാധനയിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ദൈവജനം തങ്ങളുടെ സ്ഥാപകനും, ആരാണ് സ്ഥാപകൻ? ഈശോ മിശിഹ. സ്ഥാപകനായ ഈശോ മിശിഹായിലൂടെ സ്വർഗീയ പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്ന ആരാധനയാണ് വിശുദ്ധ ആരാധനാക്രമം. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മളെ ആരാ നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വികാരി അച്ഛനോ പുരോഹിതനോ അല്ലെങ്കിൽ മെത്രാനച്ഛനോ ഒന്നുമല്ല, ഈശോ മിശിഹായാണ്. ഓരോ കാർമ്മികനും ഈശോ മിശിഹായുടെ പ്രതിപുരുഷനാണ്. ഈശോ മിശിഹയാണ് ആള് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഈശോ മിശിഹായാണ് സഭയുടെ ശിരസ് എന്നുള്ള നിലയിൽ എല്ലാ ആരാധനയിലും സന്നിഹിതനാകുന്നത്. ഈശോ ആണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ രക്ഷകനായ നമ്മുടെ സഭയുടെ ശിരസായ മിശിഹായുടെ കൂടെ നമ്മൾ ഓരോരുത്തരും ചേർന്ന് അർപ്പിക്കുവാണ്. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞേക്കരുത് എവിടെ പോവാന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോവാ, കുർബാനയ്ക്ക് പോവാ, കുർബാന കാണാൻ പോവാ എന്നൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത്. പറയേണ്ട കാര്യം എന്താണ്? ഞാൻ ബലിയർപ്പിക്കാൻ പോവാണെന്ന് പറയണം. കാരണം നമ്മൾ ഓരോരുത്തരും സഹ ബലിയർപ്പകരാണ്. ആരാണ് മുഖ്യ ബലിയർപ്പകൻ? ഈശോ മിശിഹായാണ്. അപ്പൊ ഈശോ മുഖ്യ കാർമ്മികനും ഈശോയോട് ചേർന്ന് ദൈവജനം മുഴുവനും അർപ്പിക്കുന്ന ആരാധനയാണ് ആരാധനാക്രമം. ഇനി രണ്ടാമത്തെ ഒരു നിർവചനമായിട്ട് പറയാനുള്ളത് ദൈവാരാധനയെക്കുറിച്ചുള്ള പ്രമാണരേഖ വത്തിക്കാൻ കൗൺസിലിലെ സാക്രോ സാങ്ക്തും കൊൺചീലിയും. അതിൽ മനോഹരമായിട്ട് പറയുകയാണ്, ഈശോ മിശിഹായുടെ പുരോഹിത ധർമ്മത്തിന്റെ പരികർമ്മമാണ് ആരാധനാക്രമം. അപ്പൊ ഈശോയുടെ പുരോഹിത ധർമ്മത്തിന്റെ 3 സവിശേഷതകൾ നമുക്കറിയാം. അത് എന്തൊക്കെയാണ്? വിശുദ്ധീകരിക്കുക, നയിക്കുക, പഠിപ്പിക്കുക. അതാണ് ഈശോയുടെ ദൗത്യം. ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കടമകളാണ് നയിക്കുക, വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക. അപ്പോൾ ഈശോ മിശിഹായുടെ പുരോഹിത ധർമ്മത്തിന്റെ പരികർമ്മം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നാം ഓരോരുത്തരും ഉൾപ്പെടുന്നുണ്ട്. 2 തരം പൗരോഹിത്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, ശുശ്രൂഷ പൗരോഹിത്യം. രണ്ടാമത്തേത് രാജകീയ പൗരോഹിത്യം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഇതിൽ ഈ പറയുന്ന മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡിലാണ് ഞാൻ പങ്കുചേർന്നിരിക്കുന്നത്. അതേസമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരും അതിൽ അംഗമായിരിക്കുന്നത് ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിലാണ്. അപ്പൊ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഈ രാജകീയ പുരോഹിത ഗണത്തെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളതാണ്. പക്ഷെ ഇന്ന് തിരിച്ചാണ്, അച്ഛനെ പുകഴ്ത്താനും അച്ഛന് നല്ല കാപ്പി കൊടുക്കാനും അച്ഛനെ പിക്നിക്ക് കൊണ്ടുപോകാനും ഒക്കെ ദൈവജനം കഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അച്ഛനെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പക്ഷെ തിരിച്ചാണ്, നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 10-11 കൊല്ലമൊക്കെ സെമിനാരി പഠിപ്പിച്ച് ഞങ്ങളെയൊക്കെ ഇറക്കി വിടുന്നത്. ഈശോ പറഞ്ഞല്ലോ, ഞാൻ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടി വന്നതല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായിട്ട് എന്നെ തന്നെ നൽകാനും വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അന്തസത്ത അതാണ്. ഇനി രാജകീയ പൗരോഹിത്യത്തിന്റെ അന്തസത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജാവിന്റെ ജോലി എന്താണ്? വാട്ട്സ് ദ റോൾ ഓഫ് എ കിങ്? രാജാവിന്റെ ജോലി പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ നാടകത്തിലൊക്കെ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയും സ്റ്റേജിൽ കൂടെ ഉലാത്തുകയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്ന ജോലിയല്ല, മറിച്ച് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് രാജാവിന്റെ ജോലി. അപ്പോൾ ഈ സംരക്ഷണം, ഇപ്പോൾ രാജകീയ പൗരോഹിത്യം നമുക്ക് തരുന്നൊരു കാര്യമാണ്. നമ്മൾ അംഗമായിരിക്കുന്ന സഭയെ, നമുക്ക് ചുറ്റുപാടുമുള്ള ദൈവജനത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും നമ്മുടെ പ്രാർത്ഥന വഴി, നമ്മുടെ ബലിയർപ്പണം വഴി, നമ്മുടെ പുണ്യപ്രവർത്തികൾ വഴി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചുമ്മാ മാമോദിസ മുങ്ങിയിട്ട് അക്കങ്ങ് പോകാൻ കഴിയുകയില്ല. മാമോദിസ മുങ്ങിയ ഓരോരുത്തരെയും ഒരു വലിയ ദൗത്യം കാത്തിരിപ്പുണ്ട്. ഈശോ മിശിഹായുടെ ദൗത്യമാണോ അത്? ഈശോ എപ്രകാരമാണോ തൻ്റെ ശരീരരക്തങ്ങളെ പോലും പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷയിലേക്ക് ആനയിച്ചത്, അതുപോലെ മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കുചേർന്ന് അവനെ പോലെ രാജകീയ പൗരോഹിത്യം നിർവഹിച്ച് തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കണം. അപ്പൊ നമ്മൾ ബലിയർപ്പിക്കാൻ വേണ്ടി പോകുമ്പം നമ്മുടെ ലക്ഷ്യം നമുക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി പറയാന്നുള്ള മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന വഴി നമ്മുടെ ചുറ്റുപാടുമുള്ള സകലരെയും, ഈ പ്രപഞ്ചത്തെ മുഴുവനും രക്ഷയിലേക്ക് നമ്മൾ നയിക്കണം. അതുകൊണ്ട് നോക്കിയേ കാണാം, നമ്മുടെ വിശുദ്ധ കുർബാനയിലെ കാറുസൂസകളിൽ
നമ്മൾ എത്രയോ ഇടങ്ങളിൽ വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രാർത്ഥനയൊന്നും എൻ്റെ വ്യക്തിപരമായ ചില നിയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈശോ മിശിഹായുടെ പുരോഹിത ധർമ്മത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുന്നതാണ് ആരാധനാക്രമം. ഇതിൽ എന്തൊക്കെയാണ് ഇനി ആരാധനാക്രമത്തെ കുറിച്ച് പറയുമ്പം അതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഈ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ എന്തുമാത്രം അടയാളങ്ങളും പ്രതീകങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു എന്ന് തന്നെയാണ്. ശ്രദ്ധാപൂർവം, ഇല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഇനി ഇരിക്കുന്നു എന്നുള്ളതോ, ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനെ, ദൈവവചനത്തെ സ്വീകരിക്കുന്നതിനെ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ സന്നദ്ധരാക്കുന്നതിനാണ് ഇരിപ്പ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മുട്ടമേ നിൽക്കുന്നത് അനുതാപത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ കൈ വിരിച്ചു പിടിക്കുന്നത് യാചനയെ സൂചിപ്പിക്കുന്നു. പരസ്പരം സമാധാനം ആശംസിക്കുമ്പോൾ ഈശോമിശിഹയുടെ സമാധാനം നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നതായിട്ട്. അങ്ങനെ കാസയും പീലാസയും ഈശോയുടെ സഹനങ്ങളെ, പീഡാനുഭവത്തെ ഒക്കെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഏവങ്കേലിയോൻ, സുവിശേഷ ഗ്രന്ഥം, മിശിഹാ തമ്പുരാനെ സൂചിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിൽ സംവഹിക്കുന്ന മാർത്തോമാ സ്ലീവ, അത് ഉദ്ധിതനായ മിശിഹായെ സൂചിപ്പിക്കുന്നു. ബലിപീഠം ഈശോയുടെ കബറിടത്തെ സൂചിപ്പിക്കുന്നു. ബേമ, ഭൗമിക ജെറുസലേമിനെ ഈശോയുടെ പരസ്യജീവിതത്തെ സൂചിപ്പിക്കുന്നു. ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, അത് നമ്മൾ ലോകത്തെ, ഹൈക്കല, ലോകത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഈ എന്താണ് വിശുദ്ധ കുർബാനയില് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സഹായത്തോടെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണ്? ഈ അടയാളങ്ങൾ ഓരോന്നും, അതിനെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ പറയും, ദേ ആർ സെൻസിബിൾ. നമുക്ക് അവ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഒന്നുമില്ല. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം പിടികിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അവ ഗോചരങ്ങളാണ്. ദേ ആർ സെൻസിബിൾ ടു അവർ സെൻസസ്. നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇതിനെ നിർവഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഫോർ ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെയും നമ്മളെ പോലെയുള്ള മറ്റ് മാമോദിസ സ്വീകരിച്ച ദൈവമക്കളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരിടമാണ് ആരാധനാക്രമം. ഇനി ഈ ആരാധനാക്രമത്തിലൂടെ ഞാൻ പറഞ്ഞു നമ്മുടെ രക്ഷ സാധ്യമാകുന്നു. അപ്പൊ ഈ രക്ഷയെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത കാര്യം എന്താണ്? ഈശോമിശി എന്താണ് ചെയ്തത്? രക്ഷാകര കർമ്മം നിർവഹിച്ചു, അല്ലേ? ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അതായത് പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആദം മുതലാണ്. ആദം മുതൽ ഈശോമിശിയുടെ ആഗമനം വരെയുള്ള കാലത്ത് ജീവിച്ച ജനം, ഇനി വരാൻ പോകുന്ന ജനതകൾ, ഇവരെ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഈ രക്ഷാകര കർമ്മത്തിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം എന്നാണ്. ആരും നശിച്ചു പോകരുതെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് അതിൻ്റെ ഉള്ളടക്കം. അങ്ങനെ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം അനാദിയിലെ ആഗ്രഹിച്ചെങ്കിലും അത് പൂർത്തിയായത് ആരിലൂടെയാണ്? ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെയാണ്. ഈ ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചതിലൂടെ നമ്മൾ രക്ഷപ്പെട്ടോ? ഇല്ല. ഈശോ എന്ത് ചെയ്തു? മാതാപിതാക്കൾക്ക് വിധേയനായിട്ട് ജീവിച്ചു, പരസ്യജീവിതം ആരംഭിച്ചു, സുവിശേഷം പ്രഘോഷിച്ചു, അനേകരെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു, അവർക്ക് സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു, മനസ്സിലാവാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒടുവിൽ പരസ്യജീവിതത്തിന്റെ അവസാനം പഴയ നിയമത്തിലെ സകല ബലികളെയും പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവൻ തന്നെ ഒരു ബലിയായിട്ട് വിട്ടുകൊടുത്തു. അന്ത്യത്താഴത്തിന് തൻ്റെ വീഞ്ഞും അപ്പവും മുറിച്ചും വിളമ്പിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, രക്തമാണ്, വാങ്ങി പാനം ചെയ്യുവിൻ. പിറ്റേ ദിവസം കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ തൻ്റെ സഹനങ്ങളിലൂടെ പഴയ നിയമത്തിലെ സകല ബലികളെയും പൂർത്തിയാക്കി ഈ അകന്നുപോയ ദൈവമക്കളെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ച് അവൻ കല്ലറയിൽ വിശ്രമിച്ചു.
മാമോദിസ മുങ്ങിയ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന സ്വർഗീയ മഹത്വം, പുനരുത്ഥാനത്തിന്റെ ഉറപ്പ് നമുക്ക് നൽകുന്നതിന് വേണ്ടി അവൻ ഉത്ഥാനം ചെയ്തു. സ്വർഗത്തിലേക്ക് അവൻ ആരോഹിതനായി. അവൻ പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ പിതാവിന്റെ ഭവനത്തില് അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട. അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന എന്താണ്? ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ കാത്തിരിക്കുവാണ്. അപ്പോൾ ആര് നശിച്ചു പോകരുതെന്നുള്ള പിതാവിന്റെ ഹിതം മുതൽ ഈ പുത്രൻ തമ്പുരാന്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള സകല സംഭവങ്ങളെയുമാണ് നമ്മൾ രക്ഷാകര സംഭവം എന്ന് ഒറ്റ വാക്കിൽ വിളിക്കുന്നത്. ദേ ആർ കോൾഡ് പാസ്കൽ മിസ്റ്ററീസ്. ഈ രക്ഷാകര സംഭവങ്ങളെ മുഴുവനും നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അത്യുന്നതമാം സ്വർഗ്ഗലോകത്തിൽ നിന്ന് പാടിക്കൊണ്ടാണ്. അത് ഈശോയുടെ ജനനവേളയിൽ മാലാഖമാര് പാടിയ ഗീതമാണ്. സർവാധിപനാം കർത്താവെ, അത് ഈ ഉദ്ധാന ഗീതമാണ്. ഈശോ പാതാളത്തിൽ ചെന്നപ്പോൾ ഈശോയെ കണ്ട ആദം പാടിയ പാട്ടാണെന്നാണ് അത് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൽ അങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. സോങ് ഓഫ് ആഡം, ഉദ്ധാന ഗീതം, ലാഗുമാറ. പിന്നീട് നമ്മൾ സുവിശേഷ പ്രഘോഷണം കേൾക്കുന്നു, ദിവ്യരഹസ്യങ്ങളെ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ ദിവ്യരഹസ്യങ്ങളെ സമർപ്പിക്കുന്നതിന് ഈശോയുടെ ശരീരം കല്ലറയിൽ അടക്കിയതിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഈ ശോശപ്പ് കൊണ്ട് മൂടിയിടുന്നു. അതുപോലെ സുവിശേഷ പ്രഘോഷണത്തില് ഈശോ ഈ മദ്ബഹയിൽ നിന്ന് കാർമികൻ സുവിശേഷ ഗ്രന്ഥം എടുത്ത് ധൂപക്കുറ്റിയുടെയും തിരി പ്രകാശത്തിന്റെയൊക്കെ വെളിച്ചത്തോടു കൂടി വരുമ്പോൾ അത് ഈശോയുടെ ഈ പരസ്യജീവിതത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു. സുവിശേഷ വ്യാഖ്യാനം നടത്തുന്ന കാർമികൻ ഈശോ ശിഷ്യന്മാർക്കെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിന് പ്രതീകമാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയി ഏറ്റവും അവസാനം സമാപന ആശീർവാദം, അത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തില് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന അവിടുത്തെ ആശീർവാദമാണ്, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും ഈ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ പരിപൂർണമായിട്ടും ഏറ്റവും സംക്ഷിപ്തമായിട്ടും സമ്യക്കായിട്ടും നമ്മൾ പരികർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഈ രക്ഷാകര കർമ്മത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാം രക്ഷയിലേക്ക് നയിക്കപ്പെടും. പക്ഷെ ഈ രക്ഷ എന്നാണ് പൂർണ്ണമാകുന്നത്? ഈ ഭൂമിയിൽ പൂർണ്ണമാവുമോ? ഇല്ല. ഈ ഭൂമിയെ നമ്മൾ കടന്നു പോകണം. ഈ ഭൗമിക തീർത്ഥാടനം, ഈ എർത്ത്ലി പിൽഗ്രിമേജ്, ഇത് നമ്മൾ പൂർത്തിയാക്കി നമ്മുടെ മരണശേഷം നമ്മുടെ ശരീരങ്ങളോട് ഉത്ഥാനം ചെയ്ത് ദൈവസന്നിധിയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അതുവരെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്, ഫോർ ടേസ്റ്റിംഗ്. നമ്മളിപ്പം വീട്ടിൽ അമ്മമാരൊക്കെ ഭക്ഷണമൊക്കെ ഇല്ലേ, അപ്പം നിങ്ങളൊക്കെ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങനെ കുക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. നമ്മളൊരു ഡിഷ് തയ്യാറാക്കിയപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അത് മുഴുവൻ വിളമ്പി പ്ലേറ്റിൽ കഴിക്കുന്നതിന് മുമ്പ് പതുക്കെ ഒരു സ്പൂണോ ഫോർക്ക് എങ്ങനെ മുട്ടിച്ചൊന്ന് പതുക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ എങ്ങനെയുണ്ട്, എല്ലാം ഒത്തിട്ടുണ്ടോ, ഈസ് ഇറ്റ് പ്രസന്റബിൾ, ആർക്കെങ്കിലും കൊടുക്കാൻ കൊള്ളാവോ, അതോ ഇത് അതേപടി കൊണ്ട് മറിച്ച് വരണോ എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ. ടേസ്റ്റിംഗ് ഒരു മുന്നാസ്വാദനമാണ്. ഇതുപോലെ നമുക്ക് ലഭിക്കാൻ പോകുന്ന രക്ഷയുടെ ഒരു മുന്നാസ്വാദനമാണ് ഓരോ ബലിയർപ്പണവും. അപ്പൊ എന്താണ് രക്ഷ എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. ഇതിന്റെ ഒരു 100%, നമ്മളിവിടെ 1% അനുഭവിക്കുന്നതെങ്കിൽ നമ്മൾ വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ 100 ഫോൾഡ്. നമ്മൾ ഇതിനെ 100 ഇരട്ടിയായിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. അതല്ല പൗരസഭസ്വലം പറഞ്ഞേ, നമ്മളിപ്പോൾ കണ്ണാടിയിലൂടെ എന്ന വണ്ണം അവ്യക്തമായിട്ട് കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഫോട്ടോ കാണുന്ന പോലെയാണ്. നാട്ടിലുള്ളവരുടെയൊക്കെ ഫോട്ടോ കാണുന്നു. ഫോട്ടോ കാണുമ്പോൾ വലിയ സന്തോഷമൊക്കെയാണ്. ആ ഒരു ഓർമ്മ വരുന്നു, അവരെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ അവധിക്ക് നാട്ടിൽ വന്നിട്ട് അവർ നേരിട്ട് കാണുമ്പോഴോ ആ ഫീല് വേറെ ഒന്നാണ്. പിന്നെ ഫോട്ടോയുടെ ആവശ്യമില്ല, ഓർമ്മകൾ ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾ അവരുമായുള്ള ആ ബന്ധത്തിൽ അങ്ങ് എന്താണ്, വി ഇമ്മേഴ്സ് ഇൻ ടു ദാറ്റ് പ്രസൻസ്. ആ അവരുടെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അങ്ങ് മുങ്ങിപ്പോകുന്ന പോലെയാണ്. ഇതുപോലെയാണ് രക്ഷയും. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയുടെ ശരീരരക്തങ്ങളെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ വചനങ്ങൾ കേട്ട് ഹൃദയം ജ്വലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് ഓൺലി എ ഫോർ ടേസ്റ്റിംഗ്. ഇതൊരു മുന്നാസ്വാദനമാണ്. ഇതെപ്പോഴാണ് പൂർണ്ണമാകുന്നത്? എൻ്റെ ഈ ഭൗമിക തീർത്ഥാടനം പൂർത്തിയായി ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ തമ്പുരാന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിൽ ഞാൻ അവരുടെ ആ സാന്നിധ്യം പരിപൂർണമായിട്ടും അനുഭവിച്ചറിയുന്ന, അതിൽ മുഴുകുന്ന, എന്നെ തന്നെ മുക്കുന്ന ഒരു അനുഭവം, അതാണ് രക്ഷ. അത് ഈ ഭൂമിയിൽ നമുക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനാക്രമം നൽകിയിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇത്രയും വിശുദ്ധമായ നിയോഗമുള്ള ലക്ഷ്യമുള്ള ആരാധനാക്രമത്തെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ അജ്ഞത കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ
ദുഷ്പ്രേരണ കൊണ്ടൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും സംശയിക്കുകയും വെറും ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം പോലെ തന്നെ നമ്മൾ പരിഭാവനമായിട്ട് കാണേണ്ട ഒരു ഇടമാണ് നമ്മുടെ ആരാധനാക്രമത്തിന്റെ പരികർമ്മ വേദികളും ആരാധനാക്രമവും. ഇനി ഈ ആരാധനാക്രമത്തിന്റെ പൊതുവായ ചില ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ഈ ആരാധനാക്രമത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ദൈവജനം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദൈവജനമില്ലാതെ ആരാധനയില്ല. നമ്മൾ ഈ ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റിയല്ല എന്ന് പറയുന്ന പോലെ ആരാധനാക്രമം ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. അത് ദൈവ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ ദൈവമക്കൾക്ക് 2-3 പ്രത്യേകതകൾ ഉണ്ടാവണമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആരാധനയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ആള് നമ്മുടെ കാലം ചെയ്ത ബെനഡിക്റ്റ് പാപ്പയാണ്. ബെനഡിക്റ്റ് 16 അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകമാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി, ആരാധനാക്രമത്തിന്റെ ചൈതന്യം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമുക്ക് കിട്ടാനുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് PDF ആണെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ ലഭ്യമാണ്. നിങ്ങളൊന്ന് ഓടിച്ച് അതിന്റെ 1-ാം അധ്യായമെങ്കിലും വായിക്കുന്നത് നല്ലതാണ്. അവിടെ ഈ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തില് പുറപ്പാടിന്റെ പുസ്തകത്തില് മോശയെ ദൈവം വിളിക്കുക. എന്നിട്ട് മോശയോട് ദൈവം പറയാണ്, നീ പോയി ഫറവോയോട് ഇപ്രകാരം പറയുക, ആരാധിക്കാനായിട്ട് എന്റെ ജനത്തെ വിട്ടയക്കുക. അപ്പൊ അത് മോശ വലിയ പിടുത്തം കിട്ടിയില്ല, പക്ഷെ ഫറവോയ്ക്ക് പിടി കിട്ടി. അപ്പൊ ഫറവോ ചോദിക്കുകയാണ്, എന്തിനാണ് ജനത്തെ വിട്ടയക്കുന്നത്, ഇതുകൂടെ ആരാധിക്കാൻ മേലെ. അന്നപ്പോഴാണ് ദൈവം പറയുന്നത്, അങ്ങനെയല്ല, അവരെ വിടണം. ലെറ്റ് മൈ പീപ്പിൾ ഗോ, എന്റെ ജനത്തെ വിട്ടയക്കുക. എന്ന് വെച്ചാൽ ഈ ഫ്രീഡം, സ്വാതന്ത്ര്യവും ആരാധനയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അടിമകളായിരിക്കുന്നവർക്ക് ആരാധിക്കാൻ പറ്റിയല്ല, കാരണം അവർക്ക് ജോലിയേ ഉള്ളൂ അല്ലെ. അടിമയുടെ ടെൻഷൻ എന്നാ, നാളെ അവന്റെ ടാസ്ക് ചെയ്യണം, ഇന്ന് ചെയ്തു തീർക്കണം, നാളെയും ചെയ്യണം. ജീവനുള്ളിടത്തോളം കാലം തല്ലുകൊള്ളാതിരിക്കാൻ ഈ ടാസ്ക് പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ 2-3 മക്കളുള്ള ഒരു അമ്മയുടെ ഉത്തരവാദിത്വം പോലെയാണ്. പിള്ളേരുടെ കാര്യം നോക്കണം, ഭക്ഷണം കൊടുക്കണം, വീട് വൃത്തിയാക്കണം. ഇത് കഴിഞ്ഞിട്ടേ ആ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കാണാനോ കേൾക്കാനോ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പന്മാരും മോശമൊന്നും അല്ല, എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്ന് പറയുന്ന പോലെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അടിമയുടെ ഏറ്റവും വലിയ ടെൻഷൻ. മറ്റൊന്നുമില്ല, വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ആരാധിക്കാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആരാധന നടക്കണോ, ആരാധന പൂർണ്ണമാവണോ, നമ്മൾ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാവണം. അപ്പോൾ അതാണ് 1-ാമത്തെ പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ ഈ ആരാധന നമുക്ക് അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അടിമത്തം ഉണ്ടാവില്ല. നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു, ഏത് കുടുംബത്തിലായിരിക്കുന്നു, ഏത് വീട്ടുപേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതൊന്നുമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ മനസ്സ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ അത് സ്വതന്ത്രമാണ്. എൻ്റെ ഇടത്തും വലത്തുമുള്ള ആളോട്, സഹോദര, സമാധാനം എന്ന് പറയാൻ എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടെങ്കിൽ പള്ളിയിൽ പോകണ്ട. അതല്ല ഈശോ പറഞ്ഞു, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാനായിട്ട് കാഴ്ചവസ്തുവായിട്ട് പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് നീ വഴിയിൽ വെച്ച് ഓർത്താൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെടുക. കാരണം ഈ ഒരു ഫ്രീഡം, ഈ ഒരു പാരസ്പര്യം ഇല്ലാതെ, സുതാര്യതയില്ലാതെ ബലിയർപ്പിക്കാൻ പറ്റുകയില്ല. അത് ദൈവം പറയാണ്, എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പം 2-ാമത്തെ കാര്യം, ഫറവോ പറഞ്ഞു, ശരി എന്നാൽ വിട്ടേക്കാം, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചു, സ്ത്രീകളും പിള്ളേരും അവിടെ നിൽക്കട്ടെ. അന്നപ്പോഴാണ് ദൈവം പറഞ്ഞത്, അങ്ങനെ പോരാ, എൻ്റെ ദൈവജനം മുഴുവനും പോകണം. അത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒന്നും മാത്രമല്ല, ആടുമാടുകളും കന്നുകാലികളും എല്ലാം കൂടെ പോകണം. ഫറവോ പറഞ്ഞു, അത് പറ്റിയല്ല. എന്ന് വെച്ചാൽ എന്താണ്, ഈ ആരാധനയിൽ ഒരാൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയാൽ പോരാ. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പം ഈ റിസപ്ഷൻ ഒരാൾ പോകുന്നു, അങ്ങനെ മറ്റേളെന്തേ ആ പുള്ളി വന്നില്ല, ഞാൻ അവരെയും കൂടെ ഉള്ളത് കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന പോലെ വി കാൻ റെപ്രസെന്റ്. എന്ന് വെച്ചാൽ ആരാധന സമഗ്രമാവണം എന്ന് അതിനർത്ഥമുള്ളൂ. ഞാൻ അർപ്പിക്കുന്ന ആരാധനയിൽ എല്ലാവരും ഉണ്ടാവണം. അതിൽ ഞാൻ, എൻ്റെ ജീവിത പങ്കാളി, എനിക്ക് ദൈവം തന്ന മക്കള്, എൻ്റെ സങ്കടങ്ങള്, എൻ്റെ സന്തോഷങ്ങള്, എൻ്റെ ഐശ്വര്യങ്ങൾ, സകലതും എല്ലാം ഉൾച്ചേരണം. അല്ലാണ്ട് എൻ്റെ ചില പ്രൈവറ്റായ നിയോഗങ്ങളും ആഗ്രഹങ്ങളും മാത്രം പോരാ. ഈ ആരാധന എന്ന് പറയുന്നത് സമഗ്രമാവണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എല്ലാവരും പറഞ്ഞു. അപ്പൊ ഫറവോ പറഞ്ഞു, ഓക്കെ, എന്നാൽ പിന്നെ ശരി, നിങ്ങളെല്ലാം കൂടെ ഇവിടെ അടുത്തെങ്ങാനും പോയി ആരാധിച്ചു. അവിടെയാണ് ഈ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ പ്രിൻസിപ്പിൾ കടന്നു വരുന്നത്. മോശ പറയുകയാണ്, വേണ്ട വിധം എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവമായ കർത്താവ് ഞങ്ങളെ നയിച്ച് അവിടത്തേക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളോട് ഇങ്ങനെ ആരാധിക്കാനായിട്ട് പറഞ്ഞു തരും.
ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് പറയുന്ന സ്ഥലത്ത് എത്തുന്നോളം വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ആരാധനയിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എളിമയുടെ മനോഭാവം ഇതാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ എന്റർപ്രൈസ്. നമ്മളല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. ഇപ്പം ഈ അടുത്ത കാലത്ത് കുർബാനയിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ നവീകരിച്ചു എന്നതിന്റെ പേരിൽ ഈ ആരാധനാക്രമം കുറച്ച് മെത്രാന്മാരും കുറച്ച് അച്ഛന്മാരെല്ലാം കൂടെ കൂടി ഇങ്ങനെ തല്ലിക്കൂട്ടുന്ന ഒന്നാണെന്ന് അല്ല. ഇത് ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലൂടെ ഈ സഭയുടെ പിതാക്കന്മാരിലൂടെ ദൈവജനത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് രൂപം കൊണ്ടതാണ്. ലോകത്തുള്ള എല്ലാ ആരാധനാക്രമത്തിന്റെയും അടിസ്ഥാന സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കോ, അതൊന്നു തന്നെയാണ്. ഒന്ന് തന്നെയാണ്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്ന, പ്രകടിപ്പിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലത് ചിലപ്പോൾ 1 മണിക്കൂർ നീളുന്നതുണ്ടാവും, ചിലത് 1.5 മണിക്കൂർ നീളുന്നതുണ്ടാവും, ചില 3/4 മണിക്കൂർ നീളുന്നതുണ്ടാവും. പക്ഷെ ദ വെരി ബാക്ക് ബോൺ, ദ വെരി സ്ട്രക്ചർ അത് സെയിം. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? ഇത് ഈ സഭ ഒന്നേന്ന് തുടങ്ങിയ നാളുകൾ അപ്പസ്തോലന്മാരിൽ നിന്ന് ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, പന്തക്കുസ്തായിൽ ആരംഭിക്കുമ്പോൾ, അന്ന് മുതൽ ഇന്ന് വരെ ഈ സഭയെ പിന്തുടരുന്ന, ഈ സഭയുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ പ്രചോദനമുണ്ട്. ആ പ്രചോദനത്തിന് വിധേയമായിട്ട് മാത്രമേ നമ്മുടെ ആരാധനാക്രമത്തെ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിച്ചേക്കരുത്, കുറച്ചു പേർക്ക് കൂടി ഇതിൽ എന്തേലും വരുത്താം, ഒരിക്കലുമില്ല. വിശുദ്ധ ഗ്രന്ഥം, സഭയുടെ പാരമ്പര്യം, പിതാക്കന്മാരുടെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ എക്യുമെനിക്കൽ കൗൺസിലുകൾ, സാർവത്രിക സൂനകദോസുകൾ, അതുപോലെ കാലാകാലങ്ങളിൽ മാർപ്പാപ്പന്മാർ നൽകുന്ന പ്രബോധനങ്ങൾ, ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ മാത്രമേ നമ്മൾ ആരാധനാക്രമത്തെ നമ്മൾ സ്പർശിക്കുന്നുള്ളൂ. അല്ലാതെ കുറച്ചു പേർക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ നമ്മൾ ഇതിനെ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇതിൽ മാറ്റം വരുത്താനായിട്ട് സഭ തയ്യാറാകരുതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ആരാധനാക്രമം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെയും സമഗ്രതയും അതുപോലെ തന്നെ പിടിവാശികളില്ലാതെ ചെയ്യേണ്ട ഒന്നാന്നുള്ള കാര്യം ബെനഡിക്റ്റ് മാർപ്പാപ്പ തന്റെ പുസ്തകത്തിലൂടെ പറയുകയാണ്. ഇനി ആരാധനാക്രമത്തിന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആരാധനാക്രമ വത്സരമാണ്, ലിറ്റർജിക്കൽ ഇയർ. നമുക്കറിയാം, ഈ ആരാധനാക്രമം എന്ന് പറയുന്നതിനെ നമ്മൾ ആണ്ടുവട്ടത്തില് ഒരു വർഷം നമ്മൾ 365 ദിവസം പരികർമ്മം ചെയ്യുമ്പോൾ എന്നും ഒരുപോലെയല്ല ഇത് പരികർമ്മം ചെയ്യുന്നത്. അതിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഈ കാലത്തിന്റെ പേര് ചോദിച്ചാൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയ ഒരു കാലമാണ്. എന്താണ് കാലത്തിന്റെ പേര്? ദനഹക്കാലമാണ്, അല്ലെ? ദനഹക്കാലമാണ്. ഈ ദനഹക്കാലം എന്ന് പിള്ളേർക്ക് ചോദിക്കുമ്പോൾ എന്നതാടാ ദനഹക്കാലം? ദഹനക്കാലം. ഒരു സാധനം കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ആകുന്ന കാലം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഈ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വേനൽ എളുപ്പമുണ്ട്. അത്ര കളറില്ലാത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലമാണ്. അന്ന് ഇറച്ചിയും മീനും നമ്മൾ കഴിക്കുന്നില്ല, വലിയ പാട്ടും ആഘോഷവും ഒന്നുമില്ല. നമ്മുടെ കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലി ഇങ്ങനെ ഉപവസിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന ഒരു കാലമാണ് നോമ്പ് കാലം. നോമ്പുകാലം അത്ര കളറില്ലാത്തതാണെങ്കിൽ കളർഫുൾ കാലം വരുന്നുണ്ട്, ഉയർപ്പ് കാലം. അത് നമ്മൾ വീട്ടിലെ പടക്കോലം പൊട്ടിച്ച് ആഘോഷിക്കുന്ന കളറിന്റെ ഒരു കാലമാണ്. ഈസ്റ്റർ ജോയ്, നമ്മൾ ഈസ്റ്റർ ബണ്ണീനെയൊക്കെ മേടിച്ച് പൊട്ടിച്ച് കഴിച്ച് കൂട്ടുകാരെല്ലാം കൊടുത്ത് അങ്ങനെ സന്തോഷിക്കുന്ന ഒരു കാലമാണ് ഈസ്റ്റർ എക്സ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ ഈ ആരാധനാക്രമത്തെ നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്നും ഒരുപോലെയല്ല. 9 വ്യത്യസ്തമായ കാലങ്ങളിലൂടെ അതിനെ അവതരിപ്പിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ രക്ഷാകര സംഭവത്തെ നമ്മൾ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. അപ്പൊ അത് ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ 2ാമത്തെ ആഗമനം വരെയുള്ള സകല രക്ഷാകര സംഭവങ്ങളെയും നമ്മൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുകയും അനുസ്മരിക്കുകയാണ്. ഇപ്പം മംഗളവാർത്താ കാലത്തില് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈശോയുടെ ജനനം മറ്റുള്ള എല്ലാവരുടെയും ജനനത്തെക്കാളും പ്രത്യേകതയുള്ളതായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അത് മുൻകൂട്ടി അറിയിക്കപ്പെട്ട ഒരു ജനനമാണ്. ഇറ്റ് വാസ് ഫോർ ടോൾഡ്, പ്രവചിക്കപ്പെട്ടതാണ്.
അപ്പൊ ഈശോയുടെ ജനനം പ്രവചിക്കപ്പെട്ടു. അതിനെങ്ങനെ അനുസ്മരിക്കുന്നത്? അത് മംഗളവാർത്താക്കാലം. മംഗളവാർത്താക്കാലത്തെ 4 ഞായറാഴ്ചകളിലൂടെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളും അതിനുള്ള ഒരുക്കങ്ങളും, സ്നാപകന്റെ ജനനം, അതിനുള്ള ഒരുക്കം, ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിലൂടെ ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മളെ തന്നെ എങ്ങനെ ഒരുക്കണം, മംഗളവാർത്താക്കാലമാണ്. രണ്ടാമത്തെ കാലം പിറവിക്കാലമാണ്. ഈശോ ജനിച്ചു. ഈശോ എങ്ങനെയാണ് ജനിച്ചത്? കാര്യത്തൊഴുത്തിലാണ് ജനിച്ചത്, ഏറ്റവും ദരിദ്രനായിട്ടാണ്. അപ്പൊ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ആരും അവന്റെ സാഹചര്യങ്ങളെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈശോ പറഞ്ഞു, ഈ ദരിദ്രരെന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഭൂമിയിലെ ദാരിദ്ര്യമോ ഇവിടെയുള്ള സമ്പന്നതയോ ഒന്നും പ്രശ്നമല്ല. ഈ ഭൂമിയെ ഉപേക്ഷിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇവിടെ എന്തോരം പണമുണ്ട്, ഇല്ലേ പണം ഇല്ല, ആരോഗ്യമുണ്ട്, ആരോഗ്യമില്ല എന്നൊന്നും വിഷമിക്കണ്ട. ഇതെല്ലാം കടന്നു പോകാനുള്ളതാണെന്ന് ഈശോ കാണിച്ചു തന്നതാണ് തന്റെ തിരുപ്പിറവിയിലൂടെ. അപ്പൊ ഈശോയുടെ പിറവിയുടെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? ശൂന്യവൽക്കരണമാണ്. അവിടുത്തെ ഹ്യൂമിലിറ്റിയാണ്, എളിമയാണ്. അപ്പോൾ ഈശോയുടെ ജനനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഈ ശൂന്യവൽക്കരണവും എളിമയും ഒക്കെ വേണം. മൂന്നാമത്തെ കാലമാണ് ദനഹക്കാലം. ദനഹക്കാലത്തിൽ ഈശോ എന്ത് ചെയ്തു? ഈശോ ഒരു ദൗത്യം ഭരമേറ്റു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അത്രയും നാളും മാതാപിതാക്കൾക്ക് വിധേയനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോ ജോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ഈ ദൗത്യം ഭരമേൽക്കുന്നു. ഈശോ അന്നു മുതൽ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ആരംഭിക്കുന്നു. അപ്പം മാമോദിസ മുങ്ങിയ നമ്മൾ ഓരോരുത്തരും പ്രായപൂർത്തിയാവുമ്പോൾ ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ, ഒന്നുകിൽ അച്ഛനാവാൻ പോവുക, കന്യാസ്ത്രീ ആവാൻ പോവുക, അല്ലെ കുടുംബജീവിതം സ്വീകരിക്കുക, ദൈവജനത്തെ പഠിപ്പിക്കുക, സഹായിക്കുക. അതാണ് ഈ ദൗത്യ സ്വീകരണമാണ് ദനഹക്കാലം. ഇങ്ങനെ ഈ മംഗളവാർത്ത പിറവി ദനഹകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും ക്ഷീണം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയുടേതായിട്ടുള്ള ഏതെങ്കിലും കെട്ടുപാടുകളും പ്രേരണകളൊക്കെ നമ്മൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കാനും തിരുത്താനും ഒക്കെ ഉള്ള അവസരം. നമ്മൾ വണ്ടിയെല്ലാം മേടിച്ച് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസിന് കൊണ്ടുപോകുന്ന പോലെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സർവീസിനെ ഏൽപ്പിക്കുന്ന സമയമാണ് നോമ്പ് കാലം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നു. എന്താണ് പ്രശ്നം? എന്താണ്? ബ്രേക്ക് പഴയ പോലെ പ്രവർത്തിക്കുന്നില്ലേ? പണ്ടത്തെ പോലെ ചില കാര്യങ്ങൾ കണക്കും ചവിട്ടിയിട്ട് കിട്ടുന്നില്ലേ? അതോ തന്നെ വണ്ടി അങ്ങോട്ട് പോവുകയാണോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ട ഒരു സമയമാണ് നോമ്പ് കാലം. നമ്മൾ മുമ്പ് വന്നുപോയ വീഴ്ചകളെ ഓർത്ത് പശ്ചാത്തപിക്കാനും അതിന് പരിഹാരം ചെയ്യാനും ഒക്കെയുള്ള അവസരമാണ്. അപ്പൊ അങ്ങനെ നോമ്പിലൂടെ കടന്നു പോകുന്നു. ഉയർപ്പിലൂടെ കടന്നു പോകുമ്പം നമ്മളൊരു വലിയ ഉറപ്പ് സ്വീകരിക്കുകയാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി മുമ്പോട്ട് പോകുന്നവരെല്ലാം ഈശോമിശിഹയെ പോലെ ഉദ്ധാനം ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നമ്മൾ പങ്കുചേർന്നെങ്കിൽ അവന്റെ ഉദ്ധാനത്തിന് സദൃശ്യമായ ഉദ്ധാനത്തിലും നമ്മൾ പങ്കുചേരും. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയും, അവൻ ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണം വ്യർത്ഥമാണ്, വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പോൾ ഈശോ ഉദ്ധാനം ചെയ്തു എന്നതിനെ നമ്മൾ ആഘോഷിക്കുമ്പം നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം ഉദ്ധാനം ചെയ്യും. വി ആർ ദ പീപ്പിൾ ഓഫ് റിസറക്ഷൻ. നമ്മളൊക്കെ ഉദ്ധാനത്തിന്റെ മക്കളാണ്. നമ്മളും അവനെ പോലെ ഉദ്ധാനം ചെയ്യാനുള്ളവരാണ്. ആ ഒരു വലിയ പ്രതീക്ഷയുടെ പ്രഖ്യാപനമാണ് ഉയിർപ്പുകാലം. അത് കഴിഞ്ഞിട്ടുള്ള കാലമാണ് ശ്ലീഹക്കാലം. നമുക്കറിയാം ഈശോയുടെ ഈ സൂര്യൻ ഈ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നൊക്കെ ഇങ്ങനെ എവിടേക്കോ വായിച്ചൊക്കെ ആയിട്ട് കണ്ടു. എന്തായാലും കേരളത്തിൽ ഇപ്പം പലർക്കും നല്ല ചുമയുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. ഞാനും കഷ്ടിച്ച് ചുമയൊന്നും എഴുന്നേറ്റതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചുമക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുമയൊക്കെ തോന്നുവാണെങ്കിൽ അപ്പോഴേ ഓടിപ്പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചോണം. ഞാൻ മേടിക്കാൻ ഒരാഴ്ചയോളം വൈകി, അതിന്റെ റിസ്ക് അനുഭവിക്കുകയും ചെയ്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ ശ്ലീഹാക്കാലത്തിലാണ്. അപ്പൊ ശ്ലീഹാക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അനുസ്മരിക്കുന്ന എന്താണ്? ഈശോയുടെ ഉത്ഥാനത്തെ കണ്ടറിഞ്ഞ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അവർ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി. അവർക്ക് കിട്ടിയ രക്ഷയുടെ അനുഭവത്തെ പങ്കുവയ്ക്കാൻ അവർ ലോകത്തിന്റെ അതിർത്തികളെ വരെ പോയതിന് ശ്ലീഹന്മാരിലൂടെ പരിശുദ്ധാത്മാവ് എങ്ങനെ വചനം സ്ഥിരീകരിച്ചു, എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, എങ്ങനെ വിശ്വാസം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തി എന്നതിനെ അനുസ്മരിക്കുന്ന കാലമാണ് ശ്ലീഹാക്കാലം. ഇനി അപ്പസ്തോലന്മാരുടെ ഈ പ്രവർത്തനം വഴി ലോകത്ത് എന്ത് മാറ്റം ഉണ്ടായി, അതിനെ അനുസ്മരിക്കുന്ന കാലമാണ് കൈത്താക്കാലം. നമ്മളെല്ലാം കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാം വിത്തൊക്കെ വിതച്ച് ഇല്ലെങ്കിൽ ചെടികളൊക്കെ നട്ട് അതിൽ പുഷ്പങ്ങൾ ഉണ്ടാവുമ്പോൾ, പഴങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് വലിയ ആനന്ദത്തോടെ അഭിമാനത്തോടെ അതിനെല്ലാം വിളവെടുക്കുന്നത് പോലെ
അപ്പസ്വരന്മാരുടെ പ്രവർത്തനത്തിന്റെ ഒരു വിളവെടുപ്പ് കാലമാണ് കൈത്താക്കാലം. ആ വാക്കിന്റെ അർത്ഥം വേനൽക്കാലം എന്നാണ്. വേനൽക്കാലത്താണല്ലോ പഴങ്ങളൊക്കെ വിളഞ്ഞ് ഏറ്റവും എന്താണ് മനോഹരമായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അപ്പസ്തോലന്മാരുടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി സഭയിലുണ്ടായ വളർച്ചയെയാണ് കൈത്താക്കാലം സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഇത്രയും നാളത്തെ ആഘോഷങ്ങളും ആനന്ദങ്ങളും എല്ലാം കഴിഞ്ഞ് സഭയൊന്ന് പോസ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാൻ ഇത്രയും നാളത്തെ പോക്ക് ശരിയായിരുന്നോ? അതാണ് ഏലിയ സ്ലീവ മൂശക്കാലം. ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ വിട്ടുപോകാനുള്ളവരാണ് നമ്മൾ. ഒരു വലിയ ഗുഡ് ബൈ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണം? അത് ഒരുങ്ങേണ്ടത് ഈശോ രൂപാന്തരീകരണത്തിന് മലയിൽ ചെല്ലുമ്പോൾ ഏലിയായും മോശയും അവനോട് സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? ജെറുസലേമിൽ പൂർത്തിയാകാനിരിക്കുന്ന അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്. സോ വി ആർ എ പാസ് ഓവർ പീപ്പിൾ. നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഉത്ഥാനത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കടന്നു പോകാനുള്ള മക്കളുമാണ്. വി ആർ എ പാസ് ഓവർ പീപ്പിൾ. നമ്മൾ ഈ ഭൂമിയെ കടന്നു പോകാനുള്ളവരാണ്. എങ്ങനെ കടന്നു പോകണം? ഈശോയെ പോലെ കടന്നു പോകണം. എങ്ങനെ? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് കടന്നു പോകാനുള്ളവരാണ്. അപ്പൊ അതിനെക്കുറിച്ച് അനുസ്മരിക്കുന്ന കാലമാണ് ഏലിയ സ്ലീവ മൂശക്കാലം. ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവസാനത്തെ കാലമായ പള്ളിക്കുദശക്കാലം. അവിടെ എന്താണ്? ഈ ഈ പുത്രനായ തമ്പുരാൻ തന്റെ മണവാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. ഒരു ചെറുക്കന് വേണ്ടി മാതാപിതാക്കൾ പെണ്ണിനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതാണ് അതിന്റെ പെണ്ണ്, കെട്ടിക്കോടാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. ഒരു സുപ്രഭാതത്തില് ചെറുക്കൻ കാറയിൽ പെണ്ണിനെ കൊണ്ട് വന്നിട്ട് ഡാഡ് മോം കം ദിസ് ഈസ് മൈ ഗേൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ്. എന്ന് പറയുന്ന പോലെ ഈശോ മിശിഹ തന്റെ സഭയെ കൊണ്ടുപോയിട്ട് പിതാവായി ദിസ് ഈസ് മൈ ബ്രൈഡ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്, അയെ സമർപ്പിക്കുകയാണ്. അപ്പൊ അവൾ എങ്ങനെയാണ്? സഭ മണവാട്ടിയെ പോലെ ഒരുങ്ങി വെള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് തന്റെ മണവാളന്റെ രക്തം കൊണ്ട് തന്നെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് ഏറ്റവും സുന്ദരിയായിട്ട് കാണപ്പെടുന്നതാണ് വെളിപാട് ഗ്രന്ഥം പറയുന്നത്. അപ്പോൾ ഈ സഭയാകുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പില് നമ്മുടെ പുണ്യയോഗ്യതകളോടെ നമ്മുടെ കുറവുകളോടുകൂടി പ്രത്യക്ഷപ്പെടുന്നതിനെ അനുസ്മരിക്കുന്ന കാലമാണ് പള്ളിക്കുദശക്കാലം, ഡെഡിക്കേഷൻ ഓഫ് ദ ചേർച്ച്. അപ്പൊ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈ 9 കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈശോമിശിഹായുടെ രക്ഷാകര സംഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഈ പുണ്യ പാപങ്ങളുടെ പരിശോധനയും തെറ്റുതിരുത്തലുകളും നവീകരണവും പുതിയ പ്രതിജ്ഞയെടുക്കലും നന്മ ചെയ്യലും ഒക്കെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആണ്ടുവട്ടത്തിലും നിഷ്ക്രിയമായിട്ട് ഈ കാര്യങ്ങളിലൂടെ കടന്നു നമ്മളെ വിശുദ്ധീകരിക്കുന്നു, മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്ന സംവിധാനമാണ് ആരാധനാക്രമ വത്സരം. ഇനി അടുത്തത് കൂദാശകളാണ്. കൂദാശകളെ നമുക്കറിയാം. കൂദാശകളുടെ പ്രത്യേകത, കൂദാശകളെ എല്ലാം സ്ഥാപിച്ചത് ഈശോമിശിഹായാണ്. ഈശോമിശിഹ സ്ഥാപിച്ചെങ്കിൽ അത് ആരെ ഭരമേൽപ്പിച്ചു? സഭയെ ഭരമേൽപ്പിച്ചു. ഇനി ഈ കൂദാശകളുടെ 4 ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്ന്, ഓരോ കൂദാശയും ദൈവമക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. സാക്രമെന്റ്സ് ആർ ഫോർ ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് കൂദാശകളെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ഈശോ തന്റെ ജീവിതകാലത്ത് ദൈവമക്കളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു, അതെല്ലാം ഓരോ പ്രവൃത്തിയായി പരിഗണിച്ച് അതിനെ 7 ആക്കി നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കുന്നതാണ് 7 കൂദാശകൾ. അതില് ഒന്നാമത്തെ ലക്ഷ്യം ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഭാഗാത്രത്തെ പടുത്തുയർത്തുക, ടു ബിൽഡ് അപ്പ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഓരോ കൂദാശയുടെയും പരികർമ്മത്തിലൂടെ സഭാഗാത്രം വളരണം. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന അർപ്പണത്തില് പങ്കുചേരുമ്പോൾ പാപാവസ്ഥയിലായിരുന്ന ഒരാൾ കുമ്പസാരിച്ച് ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് ആ ബലിയിൽ പങ്കുചേർന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ചുറ്റുള്ളവർക്ക് സമാധാനമൊക്കെ കൊടുത്ത് ഈശോയുടെ ശരീരരക്തങ്ങളെ സ്വീകരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി, അനുരഞ്ജനപ്പെട്ടവനായിട്ട് മാറി, സഭാഗാത്രത്തോട് ചേർന്നു. ഒരു കുഞ്ഞിനെ മാമോദിസം വെക്കുമ്പോൾ അന്നുവരെ ലോകത്തിൻ്റെതായ ഒരു കുഞ്ഞ് ദൈവത്തിന്റെ മകനായിട്ട് മാറി, സഭയിലെ ഒരു പുതിയ മെമ്പറായിട്ട് മാറി, സഭയുടെ ശരീരം വളർന്നു. രോഗിയായി കിടക്കുന്ന ഒരാള്, അയാള് വളരെ തളർന്ന ഒരവസ്ഥയിലാണ്, മൃതാവസ്ഥയിലാണ്. അയാളെ വൈദികൻ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നു, അയാൾക്ക് രോഗീലേപനം കൊടുക്കുന്നു, ദൈവവചനം വായിച്ച് കേൾപ്പിക്കുന്നു, കുരിശുരൂപം ചുംബിപ്പിക്കുന്നു. ഈ സഹനത്തില് അയാൾ മാത്രമല്ല, സഭയും കൂടെ ഉണ്ട്. ഈ ഭൂമിയെ കടന്നുപോയാലും കുഴപ്പമൊന്നുമില്ല, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഒറ്റയ്ക്കല്ല, ഇതാണ് തിരുപ്പാധേയം, യാത്രാഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് ആശ്വാസം പകരുമ്പോൾ അയാൾ ശക്തി പ്രാപിക്കുന്നു.
അത്രയും നാളും ക്ഷീണിതനായിരുന്ന ഒരാൾ, ദുർബലനായിരുന്ന ഒരാൾ ശക്തി പ്രാപിച്ച് ആ കൂദാശയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ട് ആ വ്യക്തി മാറും. അപ്പോൾ ഇങ്ങനെ ഓരോ പരികർമ്മത്തിലൂടെയും, അത് വ്യത്യസ്തമായ 7 തരത്തിലുള്ള പരികർമ്മത്തിലൂടെയാണെങ്കിലും സഭാഗാത്രം വളരും. ഈ കഴിഞ്ഞ ഡിസംബർ മാസം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തിരുപ്പട്ടങ്ങളുടെ സമയമായിരുന്നു. അപ്പൊ ഇവിടെ ഈ സെമിനാരിയിൽ നിന്ന് പഠിപ്പിച്ചിറങ്ങിയ 37 പേര് അച്ഛന്മാരായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ. അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള അധ്യാപകർ ഓരോരുത്തരും ഓരോ റീജിയൻ ഇങ്ങനെ ഞങ്ങൾ പോയി പട്ടങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ ഈ പട്ടങ്ങളിൽ പങ്കെടുക്കുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, അത് ഈ തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഡീക്കൻ അല്ലെങ്കിൽ ഡീക്കന്റെ മാതാപിതാക്കൾ എന്നതിനേക്കാൾ ഉപരി ഈ പള്ളി വന്നിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങളൊക്കെയാണ്. അവരെന്ത് സന്തോഷത്തോടെയാണ് ഈ തിരുപ്പട്ടത്തിൽ പങ്കെടുക്കുന്നത്. അവർക്ക് ഭയങ്കര പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ട്. ഈ അച്ഛന്റെ പ്രസംഗവും നന്ദിയെല്ലാം കേട്ട് അച്ഛനേക്കാളും കരയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ തിരുപ്പട്ടത്തിന് പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ പ്രതികരണം ഇത് തന്നെ ഒരു മാമോദീസയിലും വേണം. കാരണം എന്താണ്, ഒരു അച്ഛൻ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു വിശ്വാസി മാമോദീസയിൽ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഈ ഹോളി കമ്മ്യൂണിയൻ, അത്രയും നാൾ ഈശോയെ സ്വീകരിക്കാതെ നടന്ന പിള്ളേര് നന്നായിട്ട് ഒരുങ്ങി സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് ഏറ്റവും നിഷ്കളങ്കതയോടുകൂടി പള്ളിയിൽ വന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ ഓരോ കൂദാശയുടെ പരികർമ്മവും ഈ തിരുപ്പട്ട സ്വീകരണം പോലെ തന്നെ അനുഭവവേദ്യമാവണം, തീവ്രമാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഇതിലൂടെ എല്ലാം നടക്കുന്ന കാര്യം ഈ സഭാഗാത്രത്തിന്റെ വളർച്ചയാണ്. മൂന്നാമത്തെ കാര്യമാണ് ദ അഡറേഷൻ ഓഫ് ദ ഗോഡ് ഹെഡ്. പിതാവായ ദൈവത്തിന്, പുത്രൻ തമ്പുരാന്, പരിശുദ്ധാത്മാവിന് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുക. സഹോദരങ്ങളെ, അത് രോഗീലേപനം ആവട്ടെ, കുമ്പസാരം ആവട്ടെ, വിശുദ്ധ കുർബാനയാവട്ടെ, ഏതിലും നമുക്കറിയാം ആരാധനയുടെ ഒരു എലമെന്റ് ഉണ്ട്. അതില്ലാത്തത് ഇല്ല. എല്ലാ കൂദാശകളിലും ദൈവാരാധനയുണ്ട്. ദൈവത്തെ സംബോധന ചെയ്യാത്ത, ദൈവത്തോട് നന്ദി പറയാത്ത, ദൈവത്തെ ആരാധിക്കാത്ത ഒരിടം പോലും ഒരു കൂദാശ. അപ്പൊ ഈ കൂദാശകൾ മുഴുവനും ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, സമയമായില്ലല്ലോ? ഓക്കെ, ജോസേട്ടാ ഒന്ന് ഓർപ്പിച്ചേക്കണേ നമ്മൾ സമയമാകുമ്പോഴേ. ഒരു മണിക്കൂർ പിന്നെ നമ്മുടെ ക്ലാരിഫിക്കേഷനോ ആണ്. അതെ അതെ അതെ, ഓക്കെ, പറയാം. ഇപ്പൊ 5 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കെ, ശരി. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കാറ്റക്കേസിസ് ആണ്, മതബോധനം. ഓരോ കൂദാശയിലും പങ്കുചേരുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ കൂദാശ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ അർത്ഥം എന്താണ്. അത് മനസ്സിലാവാതെ പോകുന്ന പ്രശ്നമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പള്ളിയിൽ വികാരിയായിരുന്നു, 1 വർഷം ഉണ്ടായിരുന്നു വികാരിയായിട്ട്. അപ്പൊ അവിടെ ഒരു ഹൈന്ദവ സഹോദരൻ ക്രിസ്ത്യാനി ആവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് പള്ളിയിൽ എന്നും വരും. അപ്പൊ ഒരു സമയം അച്ഛാ, എനിക്ക് മാമോദിസ, ഞാൻ മുങ്ങാൻ പോവല്ലേ, അപ്പൊ മാമോദിസ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം, പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു തരുന്നില്ല, താൻ അടുത്ത ദിവസം പള്ളിയിൽ മാമോദിസ ഉണ്ട്, അതിലൊന്ന് പങ്കുചേരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഹൈന്ദവ സഹോദരൻ ഈ ഒരു കുഞ്ഞിന്റെ മാമോദിസയിൽ ആദ്യം എൻ്റെ അടുത്ത് തന്നെ നിന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ നിന്നു, കപ്പിയാരെ പോലെ കൊടുത്തു നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് ഈ മാമോദിസ മുഴുവൻ കാണുവാണ്. മാമോദിസ എല്ലാം കഴിഞ്ഞ് രജിസ്റ്ററിലൊക്കെ എല്ലാം ചേർത്ത് കൊച്ചിന് മുട്ടായി എല്ലാം കൊടുത്ത് അവരെ വിട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇനി ക്ലാസ്സൊന്നും വേണ്ട, എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇച്ചിരി നിരാശ തോന്നി. ഞാൻ ഓർത്ത് ചില കുറച്ച് സംശയമൊക്കെ ചോദിക്കുമായിരിക്കും. പുള്ളി പറഞ്ഞു എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ മനസ്സ് കൂടി പോയല്ലോ. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം മനസ്സിലാവുമെന്ന് ചോദിച്ചു. എൻ്റെ അച്ഛ, അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല. നമ്മളിങ്ങനെ ശ്രദ്ധയോടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛനെല്ലാം പറഞ്ഞല്ലോ, ആ പറഞ്ഞതല്ലേ എല്ലാം കാണിച്ചതെല്ലാം പറഞ്ഞു, പറഞ്ഞതെല്ലാം കാണിച്ചു, അതിൽ കൂടുതൽ എന്നാ ഉള്ളേ. ഞാൻ പിന്നെ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞില്ലേ, ആ വെള്ളത്തിൽ ഇങ്ങനെ കൈമുക്കിയിട്ട് ഈ വെള്ളം പുതിയ ഉദരമായി തീരാൻ. അപ്പൊ എനിക്ക് മനസ്സിലായ അച്ഛാ, എങ്ങനെയാണ് ഒരാൾ ജനിക്കുന്നതെന്ന്. ആ വെള്ളം ഉദരമായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അച്ഛനായി തൈലൊക്കെ ചേർത്തപ്പോ പരിശുദ്ധാത്മാവല്ലേ വന്നേ, അതും പറഞ്ഞായിരുന്നല്ലോ. നോക്കുമ്പോ ശരിയാണ്, പരികർമ്മം ചെയ്യുന്ന നമുക്കാണ് ഈ വേണ്ടത്ര ഉറപ്പില്ലാത്തത്, എന്തൊക്കെയാ ചെയ്തതെന്ന്. പക്ഷെ അതിലേക്ക് ഈ ദാഹത്തോടെ വന്ന ആൾക്ക് അത് മനസ്സിലായി, എന്താണ് സംഭവിച്ചെന്നുള്ളത് മനസ്സിലായി. ഞാൻ പിന്നെ ഇച്ചിരി കൂടെ ആൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പരികർമ്മത്തിലൂടെയും സഭ തന്റെ ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഓരോ കൂദാശയും ഈ പ്രബോധനത്തിന്റെ ഒരു വലിയ ഇടമായിട്ട് മാറും. അപ്പൊ ഇതാണ് കൂദാശകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി കൂദാശകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൂദാശകളിൽ പങ്കുചേരണമെങ്കിൽ നമുക്ക് മതിയായ ഒരുക്കം ആവശ്യമുണ്ട്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിലും അത് നമ്മിൽ ഫലമണിയണമെങ്കിൽ നമുക്ക് ഒരുക്കം ആവശ്യമുണ്ട്. നമുക്ക് അതിനുള്ള മനോഭാവം
ഈ സഭ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവയെ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അതാണ് കൂദാശകളെ കുറിച്ച് പറയാനുള്ളത്. കൂദാശകള് ദൈവത്തിന്റെ ദൈവിക ജീവൻ നമുക്ക് പകരുന്നവയാണ്. ദേ ആർ എവർ ലിവിങ് ആൻഡ് അത് നമുക്ക് ജീവൻ പകരുന്നതുമാണ്. അത് നിത്യം സജീവമായിട്ട് നിലനിൽക്കുന്നതുമാണ്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ യാമപ്രാർത്ഥനകളാണ്. ലിറ്റർജി ഓഫ് ദ അവേഴ്സ്. യാമപ്രാർത്ഥനകളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പണ്ടൊരു കാലത്ത് അങ്ങനെ ദൈവജനത്തിന് വേണ്ടത്ര ഗ്രാഹ്യം ഇതിനെക്കുറിച്ച് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് യാമപ്രാർത്ഥനകൾ ആളുകൾ ചൊല്ലുന്ന ഒരു കാലമാണ്. മൊബൈലിലൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കിട്ടാനുണ്ട്. ആളുകൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. യാമപ്രാർത്ഥനയുടെ പ്രത്യേകത, യാമപ്രാർത്ഥന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. ഇനി യാമപ്രാർത്ഥനയെയും ജപമാലയെയും കുറിച്ച് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ജപമാല ഒഫീഷ്യൽ പ്രാർത്ഥന അല്ല. പറയുന്നത് ക്ഷമിക്കണം, അത് ജപമാല ചൊല്ലരുതെന്നോ ജപമാലയ്ക്ക് വിലയില്ലെന്നോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ജപമാല നല്ല പ്രാർത്ഥനയാണ്. ജപമാല നമ്മൾ ചൊല്ലണം. മാതാവിന്റെ മധ്യസ്ഥം നമുക്ക് ആവശ്യമുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ യാമപ്രാർത്ഥനയുടെ പ്രത്യേകത, ദേ ആർ ദ ഒഫീഷ്യൽ പ്രയർ ഓഫ് ദ ചേർച്ച്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈ കൂദാശകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ യാമപ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. യാമപ്രാർത്ഥനയുടെ ഉള്ളടക്കം, കണ്ടന്റ് എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്, ബൈബിളാണ്. പകലിന്റെയും രാത്രിയുടെയും വ്യത്യസ്ത യാമങ്ങളെ ദൈവസ്തുതികൾ കൊണ്ട് വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സഭ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി ഈ യാമപ്രാർത്ഥനയെ കുറിച്ച് കാൽപ്പനികമായിട്ട് സഭ പറയുന്ന നിർവചനമാണ്, ഈ മണവാളിനോട് നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് യാമപ്രാർത്ഥന. അതായത് പിതാവായ ദൈവത്തോട് പുത്രൻ തമ്പുരാന്റെ സഹായത്തോടു കൂടി തിരുസഭയാകുന്ന മണവാട്ടി നടത്തുന്ന സ്നേഹ സംഭാഷണമാണ്. നിങ്ങളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നടത്തിയ സംഭാഷണങ്ങൾ ഓർത്താൽ മതി. എന്റെ കല്യാണമൊക്കെ ഓർപ്പിച്ച നാളുകളിൽ ഫോണൊക്കെ എടുത്ത് ആരും കാണാത്ത തെങ്ങിന്റെ ചുവട്ടിലും അല്ലെങ്കിൽ സ്റ്റെയർ കേസിന്റെ സൈഡിലൊക്കെ പോയി നിന്ന് ഫോണൊക്കെ വിളിച്ചപ്പം എന്ത് സന്തോഷത്തോടെ, എന്ത് തീവ്രതയോടെ, എന്ത് വികാരവായ്പോടുകൂടി സംസാരത്തെ അനുഭവിച്ചോ. അതുപോലെ ഈ മണവാട്ടിയായ സഭ പിതാവായ ദൈവത്തോട് നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് യാമപ്രാർത്ഥനകൾ. യാമപ്രാർത്ഥനകളില് സങ്കീർത്തനങ്ങളെ മുഴുവനും 150 സങ്കീർത്തനങ്ങളെ നമ്മൾ മാറി മാറി ചൊല്ലി ഉപയോഗിച്ചു പോവാണ്. അതിലെ ഗീതങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം കിട്ടിയ പിതാക്കന്മാര്, വിശുദ്ധ എഫ്രേമിനെ പോലെയൊക്കെയുള്ള, നർസായിയെ പോലെയുള്ള പിതാക്കന്മാര് എഴുതിയ ഗീതങ്ങളാണ് നമ്മൾ അതിൽ ആലപിക്കുന്നത്. മുഴുവനും ദൈവവചന കേന്ദ്രീകൃതമാണ്, അതിന്റെ വ്യാഖ്യാനങ്ങളുമാണ്. അതാണ് യാമപ്രാർത്ഥനകളെ കുറിച്ച് പറയാനുള്ളത്. യാമപ്രാർത്ഥന നമുക്കറിയാം, പണ്ട് 8 യാമങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 മണിക്കൂർ വീതമുള്ള യാമങ്ങളായിട്ട് 24 മണിക്കൂറിനെ തിരിച്ച് ഓരോ യാമത്തെയും വിശദീകരിക്കാൻ വേണ്ടി ഓരോ പ്രാർത്ഥനയായിരുന്നു. പിന്നീട് അത് 7 മാറ്റിയിട്ടുണ്ട്. രാത്രിയിൽ ദൈവമക്കൾ ഇച്ചിരി ഉറങ്ങിക്കോട്ടെ എന്നോർത്തുകൊണ്ട് രാത്രിയിൽ ഒരു യാമത്തെ കട്ട് ചെയ്ത് 7 വെച്ചിട്ടുണ്ട്. ഇനി 7 നമ്മളെ കൊണ്ട് ചെല്ലൽ എളുപ്പമല്ലാത്തതുകൊണ്ട് സപ്ര പ്രഭാതത്തില്, റംശ മധ്യാഹ്നത്തില്, ലലിയ രാത്രിയില്, അങ്ങനെ 3 പ്രിൻസിപ്പൽ അവേഴ്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് യാമങ്ങൾ ഉണ്ട്. ഇനിയുള്ളത് കൂദാശ അനുകരണങ്ങളാണ്. കൂദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത് സാക്രമെന്റൽസ്. കൂദാശകൾ സാക്രമെന്റ്സ് ആണ്. കൂദാശ അനുകരണങ്ങൾ, കൂദാശ കൽപ്പങ്ങൾ എന്നും അറിയപ്പെടാറുണ്ട്. അതാണ് സാക്രമെന്റൽസ്. കൂദാശകളോട് വളരെ സാമ്യമുള്ളവയാണ്. പക്ഷേ അവയുടെ പ്രത്യേകത, അവ ഈശോയാൽ സ്ഥാപിതമല്ല, മറിച്ച് തിരുസഭയാൽ സ്ഥാപിതമാണ്. തിരുസഭയാണ് അവയെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൂദാശ അനുകരണങ്ങളുടെ പ്രത്യേകത, കൂദാശകളെ പോലെ തന്നെ കൂദാശ അനുകരണങ്ങൾക്കും സഭ നിയോഗിച്ചിരിക്കുന്ന ഒരു കാർമ്മികനുണ്ടാവും. ഒട്ടുമിക്കാലും അവസരങ്ങളിൽ അത് ഊറാറൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു പുരോഹിതൻ തന്നെ ആയിരിക്കും. അല്ലാത്ത പക്ഷം തിരുസഭ നിയോഗിക്കുന്ന വ്യത്യസ്ത ഓർഡറിലുള്ള കാർമ്മികരുണ്ടാവും. ഡീക്കന്മാരോ സബ് ഡീക്കന്മാരോ ഒക്കെ വരാം. ഉദാഹരണത്തിന് അടിമ വയ്ക്കല്, അല്ലെങ്കിൽ ചില വണ്ടി വെഞ്ചരിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇത് എന്താണ്, ഈ കൂദാശ അനുകരണങ്ങൾ കടന്നു വരാറുണ്ട്. കൂദാശ അനുകരണങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുസഭ പറയും, കൂദാശ അനുകരണങ്ങളും അതുപോലെ ഇനി പറയാൻ പോകുന്ന ഒന്നിച്ച് തന്നെ പറയാം. ഇത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഭക്താനുഷ്ഠാനങ്ങളാണ്, പയസ് ആക്ടിവിറ്റീസ്. നമ്മുടെ കുരിശിന്റെ വഴി, നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ വ്യത്യസ്തങ്ങളായ നൊവേന ചൊല്ലലുകൾ, ഇവയൊക്കെ ഭക്താനുഷ്ഠാനങ്ങളാണ്. ഭക്താനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത, കൂദാശ അനുകരണങ്ങൾക്ക് തിരുസഭ നിയോഗിക്കുന്ന ഒരു കാർമ്മികൻ ആവശ്യമുണ്ടെങ്കിൽ ഭക്താനുഷ്ഠാനങ്ങൾക്ക് കാർമ്മികൻ വേണ്ട. ആരാണ് കാർമ്മികൻ? നമ്മൾ തന്നെയാണ് കാർമ്മികര്. കൊന്ത ചെല്ലുന്ന ആരാണോ അയാളാണ് കാർമ്മികൻ, ഇല്ലേ കാർമ്മിക.
നമുക്ക് മതി, വേറെ ആരുടെ ആവശ്യമില്ല. കുരിശിന്റെ വഴി വരണം, നമുക്ക് അതിന് പ്രത്യേക സമയവും കാലവും നോക്കണ്ട, നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി, ക്രൈസ്തവ വിശ്വാസിയായ ഒരു വ്യക്തി തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും സമൂഹത്തിന് നന്മയ്ക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിർവഹിക്കാവുന്ന കാര്യങ്ങളാണ് ഭക്താനുഷ്ഠാനങ്ങൾ. അതേസമയം കൂദാശാനുകരണങ്ങളോ, തിരുസഭ സ്ഥാപിച്ചിരിക്കുന്ന, തിരുസഭ നിയോഗിച്ചിരിക്കുന്ന ഒരു കാർമ്മികന്റെ സഹായത്തോടുകൂടി നിർവഹിക്കുന്ന കാര്യങ്ങളാണ് കൂദാശ അനുകരണങ്ങൾ. തിരുസഭ പറയും ഇന്ന് പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൈവരുന്നുണ്ട്. കൂദാശകളെക്കാളും കൂദാശ അനുകരണങ്ങൾക്കും ഭക്താനുഷ്ഠാനങ്ങൾക്കും ആളുകൾ, പ്രത്യേകിച്ചും അൽമായരും ചിലപ്പോൾ ചില അച്ഛന്മാരും ഒക്കെ അമിത പ്രാധാന്യം കൊടുത്തു വരുന്നതായി. ഇവയ്ക്ക് പ്രാധാന്യം വേണ്ടെന്നല്ല, പ്രാധാന്യം ആവശ്യമുണ്ട്. പക്ഷെ അത് ഒരിക്കലും ആരാധനാക്രമത്തിന് പകരമാകരുത്. ആരാധനാക്രമത്തെ കുറിച്ചുള്ള പ്രമാണരേഖയിൽ പറയുന്നുണ്ട്, ഈ ഭക്താനുഷ്ഠാനങ്ങളും കൂദാശ അനുകരണങ്ങളും ഒരിക്കലും കൂദാശകൾക്ക് പകരമാകരുത്. ദേ ഷാൽ നോട്ട് റീപ്ലേസ് ലിറ്റർജി. ആരാധനാക്രമത്തിന് പകരമാകരുത്. മറിച്ച് they all should lead people to the fruitful celebration of the Holy Eucharist. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു അർപ്പണത്തിലേക്ക് വിശ്വാസികളെ നയിക്കുന്നതായിരിക്കണം. ഒരിക്കലും വിശുദ്ധ കുർബാനയെ ഒഴിവാക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാവരുത്. എന്നിട്ട് ചിലപ്പോഴൊക്കെ ഈ ചില പള്ളികളിൽ കുർബാനയ്ക്ക് പോയി കഴിയുമ്പോൾ നൊവേന കാണും. കുർബാനയ്ക്ക് വളരെ നിഷ്ക്രിയമായിട്ട് നിൽക്കുന്ന ആൾക്കാർ നൊവേനയത്തിന് ചങ്കത്തടിച്ച് നിലവിളിച്ച് അതിൽ പങ്കെടുക്കുന്ന കാണാം. ഇവിടെ കോട്ടയത്ത് തന്നെ അന്തോണീസ് പുണ്യാളന്റെ ഒരു കപ്പേളയാണ്. രാവിലെ 2 മണിക്കൊക്കെയാണ് ആൾക്കാർ വന്ന് നിൽക്കുന്നത്. കുർബാനയുടെ നേരമാകത്തേനും കുറെ പേര് പതുക്കെ നൈസായിട്ട് സ്കൂട്ടാകുന്ന കാണാം. കാരണം കുർബാന അന്തോണീസ് പുണ്യാളന്റെ അല്ല, ഈശോ മിശിഹായുടെയാണ്. പക്ഷെ ഈ അന്തോണീസ് പുണ്യാളിന് ആരാണ് പവർ കൊടുത്തതെന്ന് ഈ പാവ മനുഷ്യർ മറന്നുപോകും. ചിലപ്പം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഈ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോൾ ചിലപ്പം അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പം സംഭവിക്കുന്ന നിഷ്കളങ്കമായ കാര്യമാണ്. അല്ലാതെ മനഃപൂർവ്വം ഈശോയെ സൈഡാക്കുന്നൊന്നുമല്ല. പക്ഷേ നമ്മൾ അറിവുള്ളവർ പറഞ്ഞു കൊടുക്കണം, അതല്ല ശരി. കാരണം എല്ലാ കൃപകളുടെ ഉറവിടം ആരാണ്? ഈശോ മിശിഹായാണ്. ഏറ്റവും വലിയ മധ്യസ്ഥൻ ആരാണ്? ഈശോ മിശിഹ. ഏക മധ്യസ്ഥൻ ഈശോ മിശിഹായാണ്. ആ ഈശോയിൽ പങ്കുചേരുന്നതിലൂടെയാണ് അന്തോനീസ്, അതുപോലെ തന്നെ യൂദ തദ്ദേവൂസിനൊക്കെ ശക്തി കിട്ടുന്നുള്ള കാര്യം നമ്മൾ ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പ്രിയമുള്ളവര്, ഞാനിവിടെ അവസാനിപ്പിക്കാം.